മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട VK മിനിമോളുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് ദീപ്തി മേരി വർഗീസ്. താൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതേസമയം പുതിയ മേയർ കീഴ്വഴക്കം ലംഘിച്ചതായി LDF അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിക്കിടെയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതെന്നായിരുന്നു VD സതീശനെ ഉന്നമിട്ടുള്ള ദീപ്തിയുടെ ആരോപണം. വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയ ദീപ്തി താൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്ന് വ്യക്തമാക്കി. KPCCയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല. എന്നാൽ മേയർ തെരഞ്ഞെടുപ്പിൽ താൻ ഇടപെട്ടിട്ടില്ലെന്നായിരുന്നു VD സതീശന്റെ വിശദീകരണം. മേയറാകാൻ പലർക്കും ആഗ്രഹം ഉണ്ടാകാമെന്നും എന്നാൽ എല്ലാവർക്കും മേയറാകാനാവില്ലല്ലോ എന്നും സതീശൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാ സാധനങ്ങളും ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കില്ലേ? അതിലൊരാളെ സെലക്ട് ചെയ്തു. അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, മനസ്സിലായില്ലേ? ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും തെറ്റുന്ന ആർക്കെങ്കിലും പരാതി പറഞ്ഞാൽ KPCC പരിശോധിക്കും. കടുത്ത ഭിന്നതയ്ക്കിടയിലും 76 അംഗ കൗൺസിലിൽ 48 വോട്ടുകൾ നേടിയ UDFിലെ VK മിനിമോളെ കൊച്ചി മേയറായി തെരഞ്ഞെടുത്തു. എന്നാൽ മിനിമോളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് കൗൺസിൽ ഹാൾ വിട്ടു പോവുകയായിരുന്നു. അതേസമയം പുതിയ മേയർ കീഴ്വഴക്കം ലംഘിച്ചതായി LDF കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ VA ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടി. മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കടന്നുവന്ന UDF നേതാക്കന്മാരുടെ സമയത്തിന് വേണ്ടി കൗൺസിലിന്റെ ചട്ടത്തെ മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിൽ ഒന്നടങ്കം 28 കൗൺസിൽ അംഗങ്ങൾ, 28 പേരാണ് പ്രതിപക്ഷത്തുള്ളത്. അവരെല്ലാവരും തന്നെ അനുമോദനത്തിന് പങ്കെടുക്കാതെ കൗൺസിലിൽ നിന്ന് പോവേണ്ടി വന്നത്. മേയർ സ്ഥാനം AI ഗ്രൂപ്പുകൾ തമ്മിൽ 2.5 വർഷം വീതം പങ്കുവയ്ക്കാൻ കോൺഗ്രസിൽ നേരത്തെ ധാരണയായിരുന്നു. 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യു മേയറാകും. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കുവയ്ക്കാനും നേരത്തെ തീരുമാനിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.